പരീക്ഷയ്ക്ക് ഇനി ആകെ കുറച്ച് നാളും കൂടി ഉള്ളൂ. ഇനിയിപ്പോ എവിടെ നിന്ന് തുടങ്ങും? എന്ത് പഠിക്കും? എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല. എന്തെങ്കിലും പഠിച്ചാൽ തന്നെ ഒന്നും നടക്കാൻ പോണില്ല. എന്നാ ശരി, യൂട്യൂബിൽ കയറി 2 മോട്ടിവേഷൻ വീഡിയോ അങ്ങോട്ട് കണ്ടാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ എനിക്കുണ്ടായിരുന്ന നോളേജ് ബേസോടുകൂടെ PSCക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത ആകെ 1 മാസം കൊണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയിൽ റാങ്ക് ഹോൾഡർ ആവാൻ, അതും മെയിൻ ലിസ്റ്റിന്റെ തന്നെ ഭാഗമാവാൻ എന്നെ സഹായിച്ച 5 ട്രിക്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ ട്രിക്സ് പലതും ഫോളോ ചെയ്യുന്നതിൽ എനിക്ക് തന്നെ മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. ആ മണ്ടത്തരങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മാർക്ക് ഇതിലും ഇമ്പ്രൂവ് ആയനെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ട്രിക്കുകൾ കംപ്ലീറ്റ് ആയിട്ടും പ്രോപ്പറായിട്ടും കേട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. PSC അങ്ങനെ എളുപ്പത്തിൽ പുഷ്പം പോലെ ക്ലിയർ ചെയ്യാവുന്ന ഒരു പരീക്ഷയാണെന്ന് പറയാനൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ, ഒന്നും നടക്കില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സ് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറയാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു UPSC ആസ്പിരന്റ് ആണെന്നുള്ളത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ കുറച്ച് മാർക്കേ ഓവർലാപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് നമ്മളുടെ ട്രിക്സിലോട്ട് പോവാം. ആദ്യത്തെ ട്രിക്ക്, സിലബസ് ആൻഡ് സെൽഫ് അവെയർനെസ്. ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിമിനറി പരീക്ഷ എഴുതണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം ഞാൻ അതിനായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. ഒരു ഭാഗ്യ പരീക്ഷണം പോയി നടത്താൻ എനിക്കൊട്ടും താല്പര്യം ഉണ്ടായില്ല. എന്നിട്ടും ഞാനത് ക്ലിയർ ചെയ്യാൻ കാരണം ഈ UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ എക്കോണമി, ജോഗ്രഫിയിലെ ചില ഭാഗങ്ങൾ, ഹിസ്റ്ററിയിലെ ചില ഭാഗങ്ങളിലൊക്കെ എനിക്കുണ്ടായിരുന്ന ബേസും മാത്സിലും ഇംഗ്ലീഷിലൊക്കെ ഞാൻ സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതുമാണ്. ഇനിയിപ്പോൾ ഈ ബേസ് ഒന്നും നിങ്ങൾക്കില്ല, നിങ്ങൾ പെട്ടുപോകുന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇനിയും സമയമുണ്ട്. പ്രിപ്പയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് യാതൊരു കോച്ചിങ്ങും ഇല്ലാതെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഈ തൊഴിൽ വാർത്തയിലൊക്കെ 60ഉം 65ഉം ഒക്കെ ആയിരിക്കും കട്ട് ഓഫ്. പിന്നെ നോർമലൈസേഷൻ പല രീതിയിലായിരിക്കും. സുതാര്യതയൊക്കെ വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും റിസൾട്ട് വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ മെയിൻസ് പരീക്ഷയ്ക്ക് ആകെ 1 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നിങ്ങളെപ്പോലൊക്കെ തന്നെ ഇനി 1 മാസത്തിൽ എന്തെങ്കിലും നടക്കോ, പ്രിപ്പയർ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് സമയം കളഞ്ഞെങ്കിലും ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ചെയ്ത കാര്യം ഞാൻ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് ആ സിലബസിൽ എൻ്റെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണ്, വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചു. പിന്നെ ഞാൻ ഓരോ ആഴ്ചയും എൻ്റെ തന്നെ പ്രിപ്പറേഷൻ റിവ്യൂ ചെയ്തിരുന്നു. ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. എനിക്കങ്ങനെ PSC ആസ്പിരൻസ് ആയിട്ടൊന്നും അധികം കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മെന്ററുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു ആസ്പിരന്റെയോ അഡ്വൈസ് തേടുന്നതിനേക്കാളും കൂടുതൽ ഞാനൊരു സെൽഫ് റിവ്യൂവിനാണ് കൂടുതൽ സമയം കൊടുത്തത്. ഞാൻ എഴുതാൻ അത്യാവശ്യം മടിയുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ ക്യാമറ ഓൺ ആക്കി വെക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും, ഇവിടെയൊക്കെ ഞാൻ ഇപ്പോഴും ബാക്കിൽ തന്നെയാണ്, ഇങ്ങനെ പോയ എൻ്റെ പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് പോവില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഇത് കിട്ടാൻ പോണില്ല എന്നൊക്കെ എന്നോട് തന്നെ പറയും. എന്നിട്ട് ഞാൻ ആ ഒരു വീക്കിൽ എല്ലാ ദിവസവും എൻ്റെ ആ ഒരു വീക്ക്നെസ്സുകൾ എവിടെയൊക്കെയാണെന്ന് കേട്ടുകൊണ്ടിരിക്കും. അടുത്ത ആഴ്ച റിവ്യൂ ചെയ്യുന്നതിന് മുൻപും ഞാൻ കേൾക്കും. എന്നിട്ട് ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ആ വീക്ക്നെസ്സുകളൊക്കെ ഞാൻ സോൾവ് ചെയ്ത് വരുന്നുണ്ട്. എൻ്റെ കുറവുകളൊക്കെ എൻ്റെ കുറവുകളല്ലാതായി മാറുന്നുണ്ട്. അതെനിക്ക് വളരെ വലിയൊരു കോൺഫിഡൻസ് തന്നു. അതിൻ്റെ ഒപ്പം തന്നെ സിലബസിലത്തെ എല്ലാ ടോപ്പിക്കിലും ഒരു അവബോധം ഡെവലപ്പ് ചെയ്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ സിലബസ് ആൻഡ് സെൽഫ് അവെയർനെസ് എൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആയി മാറി. രണ്ടാമത്തെ ട്രിക്ക് ടൈം ട്രാക്കിംഗ് എന്നുള്ളതാണ്. ഈ പരീക്ഷയ്ക്ക് ആകെ 1 മാസമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് വളരെയധികം കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഞാൻ പലപ്പോഴും ഡൗട്ട് ചെയ്തിട്ടുണ്ട് എന്നെ തന്നെ. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ഞാനൊരു 100 മണിക്കൂർ പഠിക്കും എന്നുള്ളൊരു ലക്ഷ്യം വെച്ചു. ആ ഒരു ലക്ഷ്യത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഞാൻ എപ്പോഴെങ്കിലും ഇത് കിട്ടില്ല എന്നുള്ള ഡൗട്ട് വരുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇത് കിട്ടില്ല എന്ന് വിചാരിച്ച സമയം കളയല്ല, ആ 100 മണിക്കൂർ എന്ന ലക്ഷ്യം നേടിയെടുക്കുകയാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. എന്നിട്ട് ഞാൻ പഠിച്ചിട്ട് ആ ഒരു മാസം ഫോക്കസ്ഡ് ആയി 164 മണിക്കൂർ പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ ഡെയിലി എൻ്റെ ഒരു ടൈം ഞാൻ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് എന്നോട് തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റി.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ സ്ട്രോങ് ഏരിയാസിനെ പറ്റി. ആ സ്ട്രോങ് ഏരിയാസ് മൊത്തം കവർ ചെയ്യാൻ ഞാൻ ആകെ മാറ്റി വെച്ചത് ഒരാഴ്ചയായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു റിസ്ക് ആയിരുന്നു. ഒരു കുന്നോളം കാര്യങ്ങൾ എനിക്ക് കിട്ടാൻ ഉറപ്പുണ്ടെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒരു ലാസ്റ്റ് വീക്കിലോട്ട് മാറ്റി വെക്കുകയായിരുന്നു. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 വീക്കുകളിൽ എനിക്ക് ഒട്ടും എക്സ്പോഷർ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുക്കുമ്പോൾ എൻ്റെ വീക്ക് ഏരിയാസ് എൻ്റെ സ്ട്രോങ്ങർ ഏരിയാസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഗ്രാസ്പിംഗ് ലെവൽ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഞാൻ വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എൻ്റെ സ്ട്രോങ് ഏരിയാസ്, കോൺഫിഡൻസ് ഉള്ള ഏരിയാസ് ആണ് ഞാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുന്നോളം കാര്യങ്ങൾ കുറേ അധികം ടൈം ഇട്ട് ഞാനൊരു അവസാനത്തെ ആഴ്ച തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻ്റെ വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ സിലബസിലെ മാർക്ക് സ്കീം അനുസരിച്ച് ഓരോ വിഷയങ്ങൾക്കും ഞാൻ സമയം കൊടുക്കുന്നില്ല എന്നും കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും, ഒരു 15 ദിവസമൊക്കെ ആകുമ്പോൾ ഞാൻ 50 മാർക്കിൻ്റെ പോലും കവർ ചെയ്തിട്ടില്ല, ഇനി എനിക്ക് 50 മാർക്കാണ് ബാക്കി കിടക്കുന്നത്. അങ്ങനെ ടൈം ട്രാക്കിങ്ങും സിലബസ് ആൻഡ് സെൽഫ് അവെയർനെസ്സും കൂടെ വന്നപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് തീർത്തിട്ടുള്ളത്, എപ്പോഴൊക്കെയാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ എൻ്റെ ബ്രെയിന് ഞാൻ നല്ലൊരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേടിയൊക്കെ വരുമ്പോൾ ഈ ക്ലാരിറ്റി കൊണ്ട് ആ പേടിയെ മറികടക്കാനാണ് ഞാൻ ശ്രമിച്ചത്. മൂന്നാമത്തെ ട്രിക്ക്, ലെസ് റിസോഴ്സസ് ആൻഡ് ഫാസ്റ്റർ പ്രിപ്പറേഷൻ. ഈ യൂട്യൂബിലൊക്കെ ഫ്രീ ക്ലാസ്സസ് ഉള്ളപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം തപ്പിപ്പോവും. പിന്നെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ നമ്മളുടെ പേടീനൊക്കെ യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ആക്കാൻ ശ്രമിച്ച്, അവരുടെ വ്യൂ കൂട്ടാൻ ശ്രമിച്ച് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മളെ തലയിലോട്ട് വാരി വലിച്ചു വെച്ച് ഒരു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതിന് നമ്മൾ 5 പരീക്ഷയ്ക്കുള്ളത് തലയിൽ കയറ്റി വെക്കും. ഒരു പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ബ്രെയിൻ ഓവർലോഡായിട്ട് നമുക്ക് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. എനിക്ക് പിന്നെ സമയം വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് വെച്ചത്. പലതും ഞാൻ ക്ലാസ്സുകൾ കാണാണ്ട് അതിൻ്റെ നോട്ട്സ് ഒക്കെ വെച്ച് മാക്സിമം സ്വയം മനസ്സിലാക്കി എടുക്കാനാണ് ശ്രമിച്ചത്. പിന്നെ ഞാൻ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ തന്നെ ഞാനത് 2x സ്പീഡിലും 3x സ്പീഡിലും വരെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ ഈ 1x സ്പീഡിൽ ക്ലാസ്സിൽ നമ്മൾ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഈവൻ ഈ ക്ലാസ് കേൾക്കുന്ന വീട്ടമ്മമാർക്ക് വരെ വേറൊരു ജോലിക്കിടയിൽ പോലും അത് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ആ ക്ലാസ് എടുക്കുന്നവർ എടുക്കുന്നുണ്ടാവുക. അത് പലപ്പോഴും കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്രയും സ്ലോ ആയതുകൊണ്ട് നമ്മൾ ഉഴപ്പിപ്പോവാനും ഉറങ്ങിപ്പോവാനും പിന്നെ കുറേ അധികം സമയം ഇതിനായിട്ട് ഇരിക്കണമല്ലോ എന്നൊരു ഡിമോട്ടിവേറ്റിംഗ് ഫാക്ടർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാനും വളരെയധികം സാധ്യതയുണ്ട്. ഞാനിത് 2xലും 3xലും കണ്ടപ്പോൾ എനിക്ക് ആകെ കുറച്ച് സമയം അലോട്ട് ചെയ്താൽ മതി. അതുമാത്രമല്ല, കേൾക്കുന്ന ഓരോ സെക്കൻഡിലും ഞാനത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ബ്രെയിനെ ഞാൻ മാക്സിമം വർക്കിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ബ്രെയിന് ഒരിക്കലും ഉഴപ്പാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഈ ലാഭിക്കണ സമയമാണെങ്കിൽ ഞാൻ റിവിഷനായിട്ട് ഉപയോഗിക്കായിരുന്നു. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം കുറവാണെങ്കിലും റിവിഷൻ സൈക്കിൾസ് പ്രോപ്പറായിട്ട് നടത്താൻ എനിക്ക് പറ്റി. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, എല്ലാവരും കറന്റ് അഫയേഴ്സിനായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇടും. അതൊക്കെ നിങ്ങൾ തേടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടാൻ പോണില്ല. അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കറന്റ് അഫയേഴ്സിനായിട്ട് ഒരു യൂട്യൂബ് വീഡിയോയും ഞാൻ കണ്ടില്ല. PSC ബുള്ളറ്റിൻ ജനുവരി മുതൽ ജൂലൈ വരെയുള്ളത് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അതിൽ 2-3 പേജ് വരുന്ന ആനുകാലിക വിജ്ഞാനം ഉണ്ടല്ലോ, അത് വായിച്ചു. പിന്നെ ജനുവരി എഡിഷനിൽ 2022 ഒരു റൗണ്ട് അപ്പും കൂടി ഉണ്ടായിരുന്നു. ഞാൻ തീരുമാനിച്ചു എനിക്കത് മതി, ബാക്കിയുള്ളവർ എവിടെന്നെങ്കിലും മാർക്ക് വാങ്ങിച്ചോട്ടെ, എനിക്ക് കറന്റ് അഫയേഴ്സിനായിട്ട് കളയാൻ ഇത്രയും സമയമേ ഉള്ളൂ, അതുകൊണ്ട് കിട്ടുന്ന മാർക്ക് മാത്രം മതി എന്നൊരു തീരുമാനം കൂടെ ഞാൻ എടുത്തു. അപ്പോൾ അവിടെയും ഒരു പേടിക്കുള്ള ഇടം ഞാൻ കൊടുത്തില്ല. പിന്നെ റാങ്ക് ഫയൽ മോഡലൊക്കെ ക്ലാസ്സുകൾ ഇപ്പോഴും പലരും തുടർന്ന് പോകുന്നുണ്ട്. അതും നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ വെറുതെ ആയിട്ട് മാറും. PSC മാറിയതിനനുസരിച്ച് നിങ്ങളും മാറണം. പിന്നീട് ഞാൻ പരിചയപ്പെട്ട പല ഫ്രണ്ട്സും ഈ ഇന്ത്യൻ പോളിറ്റി ഒക്കെ കവർ ചെയ്യാൻ, ഈ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഇന്ത്യൻ പോളിറ്റി ബൈ M ലക്ഷ്മികാന്ത് ബേസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്യാം. ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ സീരീസ് ഫോളോ ചെയ്യുക. 4ാമത്തെ ട്രിക്ക് വെട്ടുകുത്ത് മെത്തേഡാണ്. ഇതൊരു ലോക്കലൈസ്ഡ് വേർഷൻ ഓഫ് എലിമിനേഷൻ സ്ട്രാറ്റജി ആണ്. ഇതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ സിലബസിലത്തെ എല്ലാ ടോപ്പിക്കുകളെയും കുറിച്ച് ഒരു അവബോധം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ ഒരു അവബോധത്തിന്റെ കൂടെ ഈ ഒരു വെട്ടുകുത്ത് സ്ട്രാറ്റജിയും കൂടെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ പല സ്ഥലത്തും ഞാൻ മണ്ടത്തരങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഒരു മെത്തേഡിൽ പ്രത്യേകം പറയുന്നുണ്ട്, വെട്ടാൻ കഴിഞ്ഞാൽ മാത്രമേ കുത്താൻ പോകാൻ പാടുള്ളൂ. പക്ഷെ എനിക്കും വന്നു അത്യാഗ്രഹം. അത് വെച്ചിട്ട് ഞാൻ കുറെ നെഗറ്റീവുകൾ വാങ്ങി വെക്കുകയും ചെയ്തു. അപ്പോൾ ഈ മണ്ടത്തരങ്ങളൊക്കെ മനസ്സിലെടുത്തുകൊണ്ടാണ് ഒരു ഇംപ്രവൈസേഷൻ നടത്തി ഞാൻ വെട്ടുകുത്ത് സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. 5ാമത്തെ ട്രിക്ക്, നിങ്ങൾ ഹാപ്പി ആയിട്ടും ഇൻട്രസ്റ്റോട് കൂടിയും വേണം ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ ഹാർഡ് വർക്കിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ തന്നെ മനസ്സിനെ ഇല്ലാതാക്കുന്നതിനെ ഓക്കെ ആക്കി കാണുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മളൊരു സാക്രിഫൈസ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ പല സാക്രിഫൈസുകളും പരീക്ഷയ്ക്കായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മളെ മനസ്സിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു സാക്രിഫൈസ് ആവരുത് അത്. നമ്മൾ റെഗുലർ ആയിട്ട് നമ്മളെ മനസ്സിനെ തന്നെ ഹാപ്പി ആയിട്ട് വെക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ ഒരു നല്ല പാട്ട് കേൾക്കേ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ നേരവും കടന്നു പോകും എന്നുള്ളതല്ല. ഈ നേരം, നമ്മൾ ഈ പഠിക്കുന്ന നേരം നമുക്ക് ഇതൊക്കെ പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഇതും ഒരു നല്ല നേരമാണ് എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. നമ്മളുടെ ജീവിതത്തിലെ ഹീറോ നമ്മൾ തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പരീക്ഷ വന്ന് ജോലി തന്ന് നമ്മളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോണില്ല. നമ്മൾ നമ്മളുടെ ഉള്ളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ, നമ്മളെ തന്നെ ഹീറോ ആയിട്ട് കാണുകയാണെങ്കിൽ, ഒരു പരീക്ഷയിൽ അടിവതറി വീണാലും ഇന്നല്ലെങ്കിൽ നാളെ വിജയം പ്രാപിക്കാൻ നമുക്ക് പറ്റും. പലപ്പോഴും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ ഒരു പരീക്ഷയ്ക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ തന്നെ വളരെ എംപ്റ്റി ആയി എന്നൊക്കെ നമ്മൾ തോന്നണേ. കേരളത്തിൽ സൂയിസൈഡ്സ് ഇത്രയും കൂടാനുള്ളൊരു കാരണം കൂടെ അത് തന്നെയാണ്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ പോണ 70ഓളം വർഷങ്ങളിലെ ഓരോ വർഷത്തെയും 365 ദിവസത്തിലെ ഒരു ദിവസത്തെ ഒരു 3-1.5 മണിക്കൂർ മാത്രമാണ് ഈ ഒരു പരീക്ഷ എന്നുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഫാക്ടറായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. സ്ട്രെസ്സൊക്കെ വളരെ നോർമലാണ്. ഞാനും പരീക്ഷനെ കുറിച്ച് വളരെയധികം സ്ട്രെസ് ചെയ്യാറുണ്ട്. പലപ്പോഴും പരീക്ഷകൾ കൊളാക്കാറുണ്ട്. പക്ഷെ ഒരു പരീക്ഷ കൊളാക്കി കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടൊന്ന് ചുറ്റുപാടും നോക്കിയാൽ മതി. ലോകം ഇടിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ചുറ്റുപാടൊന്നും മാറിയിട്ടില്ല, നിങ്ങളും മാറിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വഴി നിങ്ങൾക്ക് ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആവാം. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെയോ എല്ലാം ഇല്ലാതായി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഈ പരീക്ഷ ജയിച്ചാലും തോറ്റാലും നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾ സ്പെഷ്യലാണ്. നിങ്ങൾ സ്പെഷ്യലായിട്ട് തന്നെ തുടരും. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, പരീക്ഷയ്ക്ക് വെട്ടുകുത്ത് സ്ട്രാറ്റജി എങ്ങനെ ഉപയോഗിക്കാം, കോച്ചിങ് ഇല്ലാതെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.